ഞാനിവിടെ ഒരു ക്യാമറ വെച്ചു. അത് നിങ്ങൾക്കൊക്കെ ഏതെങ്കിലും രീതിയിലുള്ള ബുദ്ധിമുട്ട് ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഞാനതിന് മാപ്പ് പറയാൻ തയ്യാറാണ്. ഇനി ഞാനായിട്ട് എന്തെങ്കിലും ബുദ്ധിമുട്ട് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ഞാനും മാപ്പ് പറയണം. ഉണ്ടാക്കിയിട്ടില്ല. അതെ, നിന്റെ ഒന്നും മാപ്പ് സോപ്പൊന്നും എനിക്ക് വേണ്ട. എന്റെ മോളുടെ മാനം പോയി. അവളെ കെട്ടാ ഇനി ആര് വരും? അവളെ ഞാൻ കെട്ടിക്കോളാം. നീ ഞൊട്ടും ഉണ്ടാകടാ. അല്ല, മാനം പോയ പിള്ളേർ പിന്നെ ആര് മാനം പോയി പെണ്ണിന് ഞാൻ എങ്ങനെയെങ്കിലും കെട്ടിച്ചാളെ. നീ ഇതിന്റെ പണി നോക്കി പോടാ. അതെ, കൂടുതലൊന്നും സംസാരമല്ല. എനിക്ക് നഷ്ടപരിഹാരം വേണം. എന്റെ മോക്കുണ്ടായ ഈ മാനക്കേടിന് എനിക്ക് നഷ്ടപരിഹാരം വേണം. നഷ്ടപരിഹാരം? ആ, എന്താ മന്മഥേട്ടായി പറയുന്നത്? എന്താ? നഷ്ടപരിഹാരം കിട്ടിക്കഴിഞ്ഞാൽ ഈ കുട്ടിയുടെ ചീത്തപ്പേര് പോയി കിട്ടുമോ? അത് ഞാൻ എന്തെങ്കിലും ചെയ്താണ്. ഈ ഉണ്ടായ മാനക്കേടിന് എനിക്ക് നഷ്ടപരിഹാരം കിട്ടിയേ പറ്റൂ. നിനക്ക് നഷ്ടപരിഹാരം എത്ര വേണം? എനിക്ക് ഒരു 5 ലക്ഷം രൂപ വേണം. 5 ലക്ഷം പോയിട്ട് ഒരു നയാ പൈസ ഞാൻ നിനക്ക് നഷ്ടപരിഹാരം തരില്ല. നീ കൊണ്ടുപോയി കേസ് കൊടുറാ. എടാ, കേസ് കൊടുത്താൽ നീ അഴിയണ്ടൂടാ. നീയോ എന്നോട് അങ്ങനെയാണെങ്കിൽ അഴി. നീ എന്തെന്നും പറഞ്ഞ് എനിക്കത് കേസ് കൊടുക്കും. സുഗത, ഈ മന്മഥൻ ഒറ്റൊരുത്തൻ കാരണമാണ് ഞാൻ ഈ ക്യാമറ വെച്ചത്. ഞാൻ കാരണോ? ഞാൻ തന്നെ എന്ത് ചെയ്തണോ? നീ ചെയ്തെന്താ ഞാൻ പറയണോ? ഞാൻ പറയണോ? ഞാൻ ഇവിടെ വെച്ച് പറയാനോ? ഞാൻ പറയണോ? പറയ് മോളെ, നീ അത് കയറിപ്പോ. അച്ഛനോട് ഒരു കാര്യം സംസാരിക്കാനുണ്ട്. മോളെ അങ്ങോട്ട് പോയിക്കോ. നീ എവിടെ പോണേ? അടുത്ത വീഡിയോ ഉണ്ടാക്കാനാ? അതെ സുഗത, ഞാൻ വളരെ നേരത്തെ ഓഫീസിൽ പോകുന്ന കാര്യം നിങ്ങൾക്ക് അറിയാലോ. വീട്ടിൽ ഭാര്യ മാത്രമേ കാണൂ. ഭാര്യ മുറ്റടിക്കാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ തുണി തോരടാൻ വേണ്ടിയിട്ടോ പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ 2 കണ്ണുകൾ ആ മതിലിന്റെ അവിടെ വന്നിട്ട് തുറച്ചു നോക്കിക്കൊണ്ട് ഇങ്ങനെ നിൽക്കും. തലയിലൂടെ മുണ്ടൊക്കെ ഇട്ടിട്ട്. ഇവളിത് ആരാന്ന് അറിയാൻ വേണ്ടി ചെന്ന് നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ സാധനത്തിനെ കാണൂല. അപ്പോഴേക്ക് ഓടി പറഞ്ഞിട്ടുണ്ടാവും. ഇതാരാന്ന് കണ്ടുപിടിക്കണല്ലോ. അതിന് വേണ്ടിയിട്ടാണ് ഞാനിതാ ഈ ക്യാമറ വെച്ചത്. അതിനകത്ത് ഗുണം ഉണ്ടായിട്ടുണ്ട്. വന്ന് നോക്കിയിരുന്ന പാർട്ടി ആരാന്ന് നിങ്ങളൊന്ന് കാണുക. എവിടെ കാണിച്ചു കൊടുക്കും. അത് നിങ്ങളൊന്ന് കാണണം. മന്മഥൻ പോവരുത്. നീയത് കാണണം. ഞാനെന്തിനാ ആവശ്യമില്ലാത്തൊക്കെ കാണണം? മരുമോനും കാണും. അല്ല മന്മഥേട്ടാ, ഇങ്ങോട്ട് വന്നേ. ഇത് കണ്ടേ പറ്റൂ. അയ്യേ, മണ്ടുന്റെ അച്ഛൻ. അയാൾ തന്നെയല്ലേ സുധേട്ടാ? ഇനിയുണ്ട്. മറ്റേ കാണിച്ചു തരാം. സാറേ, സത്യം സാറേ, അതൊന്നും കാണിക്കണ്ട. കാണിക്കാൻ കൊള്ളൂല. കൊള്ളൂല അല്ലേ? എടാ, ഒന്നാണുണ്ടോ നിനക്ക്? നീ ഇത്ര നേരം നിന്ന് പ്രസംഗിച്ചോണ്ടിരുന്ന എന്താണ്? അന്യന്റെ ഭാര്യ ഒളിച്ചു നോക്കാൻ വേണ്ടി നടക്കുന്ന വൃത്തികെട്ട കോമാളി. അയ്യേ, ഞാനില്ലേട്ട. ഞാൻ കുടുംബത്തിലേക്ക് അലമ്പ് ഫാമിലി ആണല്ല. നീ കൊണ്ടുപോയിട്ട് കേസ് കൊടുക്കടാ. ഞാനും കൊടുക്കാം കേസ്. എന്നാണ്ടാവും നമുക്ക് കാണാലോ. സത്യം സാറേ, സാറ് അയൽവക്കമായിട്ടിരുന്നിട്ട് കേസിന്റെ വഴക്കിന്റെ ഒക്കെ ആവശ്യമുണ്ട്. കേസിന്റെ വഴക്കിന്റെ ആവശ്യമുണ്ട്. ഞാൻ കൊടുക്കും കേസ്. സത്യട്ടാ, ഇനിയിപ്പോ എന്തായാലും കേസിനും കൂട്ടത്തിനൊന്നും പോണ്ട. പിന്നെ കേസ് കൊടുക്കാതെ? അതെ, ഞാനൊരു കാര്യം പറയട്ടെ. ഇനിയിപ്പോ സത്യേട്ടന്റെ ക്യാമറ കണ്ണോണ്ടായാലും ശരി, മന്മഥേട്ടന്റെ സ്വന്തം കണ്ണോണ്ടായാലും ശരി, അന്യന്റെ സ്വകാര്യതയിലേക്ക് എത്തി നോക്കുന്നത് തെറ്റാണ്, നിയമവിരുദ്ധാണ്. കേസിനും കൂട്ടത്തിനും പോയാൽ 2 ആളും മാറും. എനിക്കത്രേ പറയുള്ളൂ. ഇനി നിങ്ങളെന്താ ചായ്ക്കും? ന്യായം മായം മറിമായം.